ആശങ്കകൾക്ക് നടുവിലൊരു പകൽ. നോട്ടുകൾ അസാധുവാക്കിയ തീരുമാനം ബാധിച്ചതേറെയും സാധാരണക്കാർക്ക്. തീരുമാനം വ്യാപാര മേഖലയ്ക്കും തിരിച്ചടി. സർക്കാർ നീക്കം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നും വിലയിരുത്തൽ. ഇത് പെട്ടെന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് അറിയുന്നത്. എവിടെ പോയി നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ കോടിക്കണക്കിന് ഉറുപ്പിക അവിടെ സ്വിസ് ബാങ്കിൽ കിടക്കുന്നുണ്ട്. സംഭവം ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് നല്ലതായിരിക്കാം, നല്ല തീരുമാനമായിരിക്കാം. ഞങ്ങൾക്ക് ഒരു ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 10-600 രൂപ കൂലി, 10-700 രൂപ കൂലി കിട്ടുമ്പോൾ 500 നോട്ട് തരിക. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ മരവിപ്പിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്രതീക്ഷിതമായ നീക്കം ജനങ്ങളിൽ വളരെ ആശങ്കയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. സാധാരണക്കാരിൽ ഇത് വളരെ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ചില്ലറയ്ക്കായി പലരും കയറിയിറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് ഏറെ ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ വന്നിട്ട് കുറ്റിപ്പുറം റോട്ടിൽ പെരിന്തൽമണ്ണ പോകാൻ വേണ്ടി നിൽക്കുക. അതിൻ്റെ അടുത്ത് ആകെ ഒരു 500 നോട്ടുള്ളത്. അത് ചിലപ്പോൾ കടം വാങ്ങിയിട്ട് വരുമാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്തിട്ട് വരുമാവും. അതിന് ചേഞ്ച് കിട്ടാതെ കുറേ നടന്നു. പെട്രോൾ പമ്പിൽ പോയി, കടകളിൽ പോയി. പിന്നെ ഞങ്ങളൊക്കെ രാവിലെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൊക്കെ എത്ര ഉണ്ടാകുക? 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകളുടെ ക്രയവിക്രയം അപ്രതീക്ഷിതമായി മരവിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സാധാരണക്കാർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളാണ് ഉണ്ടാക്കിയത്. ഒറ്റ രാത്രി കൊണ്ട് എടുത്ത തീരുമാനം തിരിച്ചടിയായത് വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർക്കായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ 500, 1000-ൻ്റെ 2 നോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ കടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന പൈസയായിരുന്നു. ഇത് പെട്ടെന്ന് രാത്രി 10 മണിക്ക് ശേഷമാണ് അറിയുന്നത്. എവിടെ പോയി നമുക്ക് മാറ്റാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വൻ പണച്ചാക്കുകളെ ബാധിക്കില്ലെന്നും ഇടത്തരക്കാർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുമെന്നും വിലയിരുത്തുന്നവരുണ്ട്. പുതിയ 2000 രൂപ നോട്ടുകൾ വിപണിയിലെത്തുമ്പോൾ വ്യാജ കറൻസികൾ ഇറങ്ങാനും സാധ്യതയുണ്ടെന്നും ചിലർ പറയുന്നു. ഏത് കടയിൽ ഉൾപ്രദേശം ഏത് കടയിൽ പോയിട്ട് അത് മാറി കിട്ടുക? ഈ 2000 ഉറുപ്പ്യ ഇറക്കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ കള്ളനോട്ടുകാർക്ക് എന്താ സുഖമായിപ്പോ ഒരു നോട്ട് അടിക്കുന്നത് 4 നോട്ട് അടിക്കും, ഒരു നോട്ട് അടിച്ചാൽ മതി. സർക്കാരിന്റെ ഉടനടിയുള്ള തീരുമാനം ഇന്ന് വ്യാപാര മേഖലയിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറ്റിയെടുക്കില്ലെന്ന ആശങ്കയിൽ ഉപഭോക്താക്കൾ വിപണിയെ കൈവിടിഞ്ഞതോടെ വ്യാപാര സ്ഥാപനങ്ങൾ ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. നഗരത്തിലെ പല ഷോപ്പുകളും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അടച്ചിടേണ്ടിയും വന്നു. ആളുകൾക്ക് ഈ സാധനം ഒരു കടലാസായി മാറുമോ എന്ന ഭയങ്കരമായ പേടി കാരണം വ്യാപാര മേഖല ഇന്ന് തീർത്തും നിശ്ചലമായിട്ടുള്ള ഒരവസ്ഥയാണ്. പെട്രോൾ പമ്പുകളിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമായിരുന്നില്ല. ഇന്ധനം നിറക്കാൻ പെട്രോൾ പമ്പിലെത്തിയ യാത്രക്കാർക്ക് തിരിച്ചു നൽകാൻ പണമില്ലാത്തതിനാൽ പലരും ഇന്ധനം നിറക്കാതെ നിരാശയോടെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും ദൃശ്യമായിരുന്നു. പെട്രോൾ കിട്ടുന്നില്ല, 500-ന്റെ നോട്ട് മാറാനില്ല എന്നാ പറയുന്നത്. കൂലിത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരും ഏറെ ആശങ്കയിലായിരുന്നു. കയ്യിലുള്ള പണം വിനിയോഗിക്കാൻ കഴിയാതെ, നിത്യോപയോഗ സാധനങ്ങൾ വരെ വാങ്ങാൻ കഴിയാതെ ഉപഭോക്താക്കൾ വലഞ്ഞതോടെ സാമ്പത്തിക ഹർത്താലിന് തുല്യമായി മാറി ഇന്നത്തെ കാഴ്ചകൾ. സാധാരണക്കാർ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം പണിയെടുത്ത് കഴിഞ്ഞാൽ 10-600 രൂപ കൂലി, 10-700 രൂപ കൂലി കിട്ടുമ്പോൾ 500 നോട്ട് തരിക. ഇതിപ്പോൾ ഇന്ന് പണിക്ക് പോയിട്ട് 500 നോട്ട് തന്നാൽ ഒരു കടയിൽ മാറി തരാത്തൊരവസ്ഥയിപ്പോൾ. സർക്കാർ തീരുമാനം ചെറിയ തോതിൽ ആശങ്കകൾക്കിടയാക്കിയെങ്കിലും കള്ളപ്പണം തടയുന്നതിനായി എടുത്ത തീരുമാനം ഭാവിയിലേറെ ഗുണപ്രദമാവുമെന്നാണ് മറുവാദം. തീരുമാനം നേരത്തെ വെളിപ്പെടുത്തുന്നതിനു പകരം പെട്ടെന്നെടുത്തതുകൊണ്ട് കള്ളപ്പണം സൂക്ഷിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണെന്നും ചിലർ പറയുന്നുണ്ട്. ആശങ്കയുടെ ഒരു ബുദ്ധിമുട്ടുമില്ല. അതായത് ഇത് ഒരാഴ്ച മുമ്പ് നിർത്തുകയായിരുന്നെങ്കിൽ ഇതിൽ കള്ളപ്പണക്കാർക്ക് അവർക്ക് അതിൻ്റേതായ പറമ്പ് മേടിക്കുകയോ സ്വർണം മേടിച്ചോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ ഉപയോഗമില്ലാത്ത രീതിയിലാക്കാൻ കഴിയും അവർക്ക്. എന്നാൽ ആശുപത്രിയിലേക്കും മറ്റും എത്തിയവർ വഴിച്ചെലവിനായി വരെ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ചില്ലറയാക്കാനായി കടകൾ തോറും കയറിയിറങ്ങിയിട്ടും പണം മാറാൻ സാധിച്ചില്ല. ഇതുമൂലം ഭക്ഷണത്തിനും യാത്രാ ചെലവിനുമായി കാത്തിരുന്നവരും മണിക്കൂറുകളോളം നിരാശരായി മടങ്ങേണ്ടി വന്നു. ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് 500 രൂപയുടെ നോട്ടും കൊണ്ടാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തലചുറ്റ് വന്നൊരു കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞ് എവിടെ ചോദിച്ചിട്ടും കിട്ടില്ല. ഇപ്പം ഞാൻ പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. അവിടെയും കാശില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ് പലരും നമ്മളോട് പങ്കുവെക്കുന്നത്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം സാമ്പത്തിക മേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കി തീർത്തിരിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളെയും മറ്റു ഇതര കച്ചവടങ്ങളെയും ഇത് ബാധിച്ചിരിക്കുകയാണ്. സാധാരണ കൂലിത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ ആശങ്കകൾ നിരവധിയാണ് ഇതിനോടകം പങ്കുവെച്ച് കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് മറ്റൊരു നല്ല ഒരു തുടക്കത്തിന് ഉള്ള ഒരു മുന്നോടിയായിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് വെച്ച് പുലർത്താനാകുന്നത്.